അസ്സലാമലൈക്കും മുത്തുമണികളെ. അപ്പോൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുക കേട്ടോ. നോമ്പ് കഴിഞ്ഞിട്ട് അതിട്ടിട്ട സാധാ ചോറൊക്കെ വെച്ചിട്ട് നല്ല കിളിമീൻ തേങ്ങ അരച്ച് വെച്ച കറി, കാബേജ് ഉപ്പേരി, പപ്പടം, കിളിമീൻ പൊരിച്ചത്, മാങ്ങ, വറ്റൽമുളക് ചുട്ടരച്ച ചമ്മന്തി കേട്ടോ. അപ്പോൾ ഇന്ന് ഈ ചോറ് ഇങ്ങനെ കാണിക്കാനുള്ളൊരു കാരണം എന്താണെന്നറിയോ? ഒരു യൂട്യൂബറെ കണ്ടു ഞാൻ കേട്ടോ. അവരെ അനിയത്തിൻ്റെ മക്കൾ അവരുടെ അടുത്താണ് തോന്നുന്നുണ്ട്, പിന്നെ നിൽക്കലും തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്, അച്ചാറിടാൻ വേണ്ടിയിട്ട്. മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട്, അച്ചാറിടാൻ വേണ്ടിയിട്ട്, മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് ഒരു പറമ്പ് പോയിട്ട് മാങ്ങ പറിക്കുന്നുണ്ട്. അപ്പോൾ ഈ അനിയത്തിൻ്റെ മക്കൾ തന്നെയാണ് വീഡിയോ എടുത്ത് കൊടുക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അവർ പറയുന്നുണ്ട് ഇത് നിങ്ങൾക്ക് തീട്ടം നക്കാൻ വേണ്ടിയിട്ട്, അച്ചാറിടാൻ വേണ്ടിയിട്ടാണ്. തമാശക്ക് പോലും നമ്മൾ ഒരാളോട് ഒരു ഭക്ഷണത്തിനെ കുറിച്ചിട്ട് തീട്ടം നക്കുക എന്ന് പറയാൻ പാടില്ല. ഒരു സ്വന്തം അനിയത്തിൻ്റെ മക്കൾ 2-3 ആളുണ്ട് അവരെ കൂടെ എന്നാൽ തോന്നുന്ന അവർ വർത്താനത്തിൽ നിന്ന്. എപ്പോൾ അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തോ അവർ പ്രാഗി പറഞ്ഞിട്ടാണ് ആ ഭക്ഷണം കൊടുക്കുന്നത്. ഇത്ര ഗതികെട്ട അനിയത്തി ആരാന്നറിയില്ല. ഇങ്ങനെ ഒരാൾ പിരാഗി പറഞ്ഞിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു ജ്യേഷ്ഠത്തിൻ്റെ അടുത്ത് അവനാൻ്റെ മക്കളെ എന്തിനു നിർത്തി കൊടുക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. അതിന് പിന്നെ വീഡിയോയിൽ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലും ഓരോ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മൾ എത്ര ശ്രദ്ധിച്ച് ഉപയോഗിക്കണം എന്നറിയോ? നിങ്ങൾക്ക് 3 നേരം നക്കണമെങ്കിൽ, തീട്ടം നക്കണമെങ്കിൽ ഞാൻ ഉണ്ടാക്കിയിട്ട് വേണ്ടേ ഇതൊന്ന് പറിച്ചുകൂടെ നിങ്ങൾക്ക്. പിന്നെ അവർ പറയുന്ന ഒരു വാക്കുണ്ട് കേട്ടോ, അവർ മാങ്ങ പറിക്കുന്ന സമയത്ത് നിങ്ങൾ നടയിൽ തൂങ്ങിയ, അതിപ്പോൾ ഞാൻ പറയുന്നില്ല, എനിക്ക് പറയാൻ ഭയങ്കര ലജ്ജയുണ്ട്. അപ്പോൾ ഹലോ, ഞാൻ വീട്ടിലുണ്ട്. ഞാൻ വരാം, ചേട്ടൻ നിൽക്കേ. 3 മണി കഴിഞ്ഞിട്ട് 3:15 എന്നോട് പറയാം. 2:40 ആയിട്ടുള്ളവരോ. എന്നാൽ 2:40 ആയിട്ടുള്ളൂ. ഞാൻ അതിന് വെയിറ്റിങ്ങിലാണ്. വേണ്ട, അവിടെ നിന്നോ, ഞാൻ മാറ്റി വരാൻ. ചോറ് കഴിക്കണം, കഴിഞ്ഞിട്ട് ഇപ്പോൾ വരാം. അവിടെ നിന്നോട്ടെ, ആ പിടിയിലിരുന്നോ അവിടെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ അറിയോ, അവർ നോമ്പിനൊരു ബ്ലോഗ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കണ്ടേ, ഒന്നും ചെയ്യൂല, അങ്ങനെ ചെയ്യൂല, അങ്ങനെ എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മക്കളും എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് വന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നു. കുറേ മക്കളുണ്ടാകുമ്പോൾ നമ്മൾ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലൊക്കെ നമ്മളെ മക്കളെ പഠിക്കാനും ഇതാക്കാനും ഒക്കെ കൊണ്ടുപോയേക്കും. പക്ഷേ ഇങ്ങനെ പറയുന്ന ഒരാൾ ആദ്യമായിട്ട് കാണുകയാണ്. സ്വന്തം അനിയത്തിൻ്റെ മക്കൾക്ക് തീട്ട നക്കാൻ വേണ്ടി ഉണ്ടാക്കണ്ടേ, നിങ്ങൾ 3 നേരം വരുമ്പോൾ വെട്ടി വിഴുങ്ങാൻ തരണ്ടേ, നടയിൽ പിന്നെ